മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ നമ്മൾ വരുമ്പോ അമ്മൂമ്മ വിചാരിക്കും പണ്ടാരം എല്ലാം കെട്ടി എടുത്തോണ്ട് വന്നു, ഇത്ര നാൾ സമാധാനമുള്ള ഞാൻ ഇപ്പഴാണ് അറിഞ്ഞതെന്ന്. എല്ലാ മക്കളെ അങ്ങനെ 1-2 ദിവസമായിട്ട് സിന്ധു കൃഷ്ണകുമാർ ഫാമിലിയിലെ ഇഷ്യൂ. അവരുടെ അമ്മയെ നോക്കുന്നില്ല, അമ്മുമ്മയെ നോക്കുന്നില്ല എന്നെല്ലാം ഇഷ്യൂസ്. അഹാന കൃഷ്ണയുടെ ദ കസിൻ സിസ്റ്റർ തൻവി ആദ്യം ഒരു വീഡിയോ ഇടുന്നു. ആ വീഡിയോയിൽ അൺഫോർച്ചുനേറ്റ്ലി വരുന്ന ഒരു വീഡിയോ കോൾ, അതാണ് ആ ബൈറ്റിലാണ് ഇഷ്യൂസ് കിടക്കുന്നുള്ളത്. അതായത് അമ്മുമ്മ അതിൽ പറയുന്നുണ്ട്, എന്നെ ആരും വിളിക്കുന്നില്ല, കാണുന്നില്ല, കോൾ ചെയ്യുന്നില്ല, ആരും വരുന്നില്ല, മറ്റൊന്ന് മറിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ദാറ്റ്സ് എ ബിഗിൻ ഇഷ്യൂ. അതാണ് ഇഷ്യൂവിന് ബിഗിൻ. ആരെന്ത് ചെയ്താലും അമ്മയ്ക്ക് അപ്പം ഞാനാണ് ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവരെല്ലാ കാര്യങ്ങളും എനിക്ക് വന്ന് ചെയ്തു തന്നത്, അതേ തിരിച്ച് ഞാനും ചെയ്തു കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ഫോൺ വിളിക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറയുന്നത് എന്നെ വിഷമിപ്പിച്ചിട്ട് നാട്ടിലേക്ക് വരുത്താനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, അമ്മൂമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് അമ്മയ്ക്ക് ചില ചിട്ടകളുണ്ട്, ഇങ്ങനെ രീതിയിൽ ചെയ്യാവോ അങ്ങനെ രീതിയിൽ ചെയ്യാവോ. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ, എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്കും പണ്ട് ഞാൻ ഇവിടെ ക്യാൻഡേ പോകുന്ന മുമ്പ് ഞാൻ അമ്മൂമ്മയെ ഇടയ്ക്കൊക്കെ വഴക്കാവുമായിരുന്നു. അമ്മൂമ്മയ്ക്ക് ഞാൻ ചെരുപ്പ് വീട്ടിലകത്ത് മാറ്റിയിടണം, അങ്ങനെയൊക്കെ അമ്മ കുറച്ചുകൂടി വൃത്തിയുടെ വേറെ രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ ക്യാൻഡേ പോയി കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്ത്, ഈ ക്യാൻഡേ ഞാൻ വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഈ സ്പെഷ്യൽ നീഡ്സ് ഉള്ള പ്രായമുള്ളവരുടെ അടുത്താണ്. അപ്പോൾ അവിടെയൊക്കെ പോയി ഞാൻ വർക്ക് ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് അമ്മൂമ്മയൊക്കെ എന്നോട് പണ്ട് നാട്ടിൽ ഇരുന്നപ്പോൾ പറഞ്ഞതൊക്കെ ഒരു വലിയ കാര്യം പോലും അല്ല. അമ്മൂമ്മയൊക്കെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞാൻ പണ്ടൊക്കെ ഇരുന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ അറിയാലോ, നമുക്ക് ഓരോ കൊച്ചു കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ക്യാൻഡേ പോയി അവിടെ നിന്ന് അതിൽ തൻവി പറയുന്നുണ്ട്, അതായത് ചെറുപ്പം മുതൽ അച്ഛനമ്മേനെ പോലെ വളർത്തിയത് ഇവരാണ്, മുത്തശ്ശിയാണ്. സോ കൂടുതൽ ഇഷ്ടം എന്നെ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് അവരെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൻവി അതിൽ പറയുന്നുള്ളത്. തൻവിയുടെ സെക്കൻഡ് വീഡിയോസും വന്നിട്ടുണ്ട്. സോ അതിൽ അവർ വ്യക്തമാക്കി പറയുന്നുണ്ട്, ആരെയും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല, ഞാൻ കാനഡയിൽ നിന്ന് എന്തിനാണ് റിട്ടേൺ പോകുന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നതാണ് ആക്ച്വലി. അതാണ് അമ്മൂമ്മ അങ്ങനെ നിങ്ങൾ എന്തുകൊണ്ട് അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല? ഐ ടെൽ യു സംതിങ് വെരി ക്ലിയർലി. ഐ റിയലി ഡോണ്ട്, ഐ വിഷ് ഐ ഡിഡ്ന്റ് ഹാവ് ടു ഡു ദിസ്. പക്ഷേ നമ്മളും അമ്മൂമ്മയായിട്ട് കോൺടാക്ട് ഇല്ലാത്തതിനും അപ്പം മരിക്കുന്നതിനും ഒരു ബന്ധമുള്ള കാര്യമില്ല. അമ്മൂമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്ട് കട്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ഓൺ ദ 31st of October 2025, 1 day before ഇഷാനീസ് ബർത്ത്ഡേ. ഇഷാനിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ അല്ലെങ്കിൽ അപ്പനും അമ്മൂമ്മയും വരാനിരുന്നതാണ്. ഒരു അമ്മൂമ്മയായിട്ടൊരു മാസീവ് ഫോൾ ഔട്ട് സംഭവിച്ചതുകൊണ്ടാണ് അവർ വരാതിരുന്നതും. പിന്നെ ഞാൻ അമ്മൂമ്മയെ നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അപ്പം മരിക്കുന്ന ദിവസമാണ്, which is on the 29th of March 2026. എൻ്റെ അമ്മൂമ്മയെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല, പക്ഷേ ഷീ ഈസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ, ഷീ ഈസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. അബൌട്ട് കുറേ കമൻസ് കണ്ടു അവരുടെ വീഡിയോസിൻ്റെ ഇടയിൽ. ഈ തൻവി എന്തിനാണ് ഫാമിലി ഇഷ്യൂസിനെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നത്? ആക്ച്വലി ഈ കൃഷ്ണകുമാർ ഫാമിലി, അവരുടെ മക്കൾ, അവരുടെ കാര്യങ്ങൾ മൊത്തം, അവരുടെ ഫാമിലി നടക്കുന്ന കാര്യങ്ങൾ മൊത്തം പബ്ലിക്കിൽ കൊണ്ടുവരുന്ന ആളാണ്. ദിയ കൃഷ്ണ ഈയിടെ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കി, അതായത് സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന്, അതും പബ്ലിക്കിൽ വന്ന് പറയേണ്ടതില്ല. അറ്റ് ദ എൻഡ് everybody need reach, fame, money. At the end, all about money, reach. That's it. ഇതിൽ ആരുടെ ഭാഗത്തും ന്യായമുണ്ടെന്ന് നമുക്ക് പറയാനില്ല. They both want to be rich and fame.